ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പടം ഇസ് മാർക്കോ, ദ മോസ്റ്റ് വയലന്റ് മലയാളം മൂവി. റിവ്യൂസിലൊക്കെ ഇതായിരിക്കും വൺ ഓഫ് ദ മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അനിമലിനൊക്കെ പോലത്തെ ഒരു തള്ളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് അനിമലിനൊക്കെ ദിസ് വിൽ ബി ദ മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര വയലൻസ് ഒന്നും ലൈക്ക് നമുക്ക് ദഹിക്കാൻ പറ്റാത്ത വയലൻസ് ഒന്നും അനിമൽ മൂവിയിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് മാർക്കോ വയലന്റ് മൂവിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു. ലൈക്ക് റിയലി ബ്രൂട്ടൽ വയലൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ലൈക്ക് വയലൻസ് 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 ലൈക്ക് ലിറ്ററലി കൊറിയൻ പടത്തിലെ വയലൻസ് കാണില്ല അതുപോലത്തെ രീതിയിലുള്ള വയലൻസ് ആണ് മാർക്കോ മൂവിയിലുള്ളത്. സ്റ്റോറി വൈസ് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹനേ ഫെദീനിയുടെ മിക്ക പടങ്ങളെ പോലെ സ്റ്റോറി ലൈൻ ഇസ് വെരി വീക്ക്. ഹി മാച്ചസ് ഇറ്റ് അപ്പ് വിത്ത് സ്റ്റൈൽ ആൻഡ് സബ്സ്റ്റൻസ്. മറ്റേ സ്റ്റൈലും ആക്ഷനും വെച്ചിട്ടാണ് പുള്ളി മോസ്റ്റ് ഓഫ് ദ ടൈം പടങ്ങൾ അതൊക്കെ മേക്കപ്പ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സ്റ്റോറി ലൈൻ ഭയങ്കര ഒരു ചെറിയൊരു സ്റ്റോറി ലൈനാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ശരിക്കും സത്യം പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് ചെയ്യുക പടം കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ബിക്കോസ് ഫസ്റ്റ് ഹാഫിൽ ചില സീൻസൊക്കെ നല്ല ഹൈ തരുന്നുണ്ടെങ്കിലും ലൈക്ക് ഉണ്ണിമൂന്നനെ കാണിക്കുന്ന സീൻസൊക്കെ നല്ല ഹൈ തരുന്നുണ്ട്. ബട്ട് ദെൻ ആ ഒരു ഇങ്ങനെ ലൈക്ക് ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ ഒരു ഹൈ തരും, പെട്ടെന്ന് അങ്ങോട്ട് താഴെ പോവും, ഒരു ഹൈ തരും, പെട്ടെന്ന് അങ്ങോട്ട് താഴെ പോവും. ലൈക്ക് ആൻഡ് ആക്ഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിരുന്നത് പാസത്തിനാണ്. ഭയങ്കര പാസം, ഭയങ്കര ഫാമിലി പാസം. ലൈക്ക് ഭയങ്കര പാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഓഫ് ഇതൊരു ആക്ഷൻ പടത്തിന് പറ്റിയൊരു പാസമാണോ എന്നൊരു ഇതുവരെ നമുക്ക് തോന്നിപ്പോ. അത്രയ്ക്ക് പാസത്തോട് പാസമായിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഇന്റർവെല്ലിനോട് അടുക്കുന്ന സമയത്താണ് പടം ശരിക്കും ഫുള്ളി റേഞ്ച് അങ്ങോട്ട് മാറുന്നത്. ആ ഇന്റർവെല്ലിനോട് വന്നൊരു സീൻ്റെ അകത്ത് ലൈക്ക് ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ഒരാളുടെ കൈ മുറിച്ച് കളഞ്ഞിട്ട് ഉണ്ണിമുകുന്ദനായ അയാളോട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് വേദന എടുക്കണ്ടടാ എന്ന് ചോദിക്കുമ്പോൾ ലൈക്ക് ലിറ്ററലി തിയേറ്ററിൽ ചിരിയായിരുന്നു. ബിക്കോസ് നമ്മുടെ കൊടിയൻ ഫിലിമിലെ പോലെ മാണിക്ക കഞ്ഞി എടുക്കട്ടെ എന്ന് പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ. പക്ഷെ ആ സീൻ അങ്ങോട്ട് കഴിയണതും പടത്തിന്റെ റേഞ്ചേ അങ്ങോട്ട് മാറിപ്പോയി. ദെൻ സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഫുൾ ബ്രൂട്ടൽ വയലൻസ് വരുന്നതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. ലൈക്ക് ലിറ്ററലി ഭയങ്കര വയലൻസ് ആണ്. ലൈക്ക് ഗോർ ഒട്ടും കാണാൻ പറ്റാത്ത ആളുകൾക്ക് ലൈക്ക് നോട്ട് റെക്കമെൻഡഡ്. ഫാമിലി ഓഡിയൻസ് ആൻഡ് ഇങ്ങനത്തെ ബ്ലഡ് ഷെഡ് ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്തവർക്ക് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. ബിക്കോസ് നല്ല രീതിയിലാണ് ഇതിൻ്റെ അത് ലൈക്ക് ഇറ്റ്സ് ടു ബ്രൂട്ടൽ. പിന്നെ ഇതിൻ്റെ അകത്ത് കബീർ ദുഹാൻ സിംഗ് ആണ് സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ ഇൻട്രോ. എൻ്റെ അമ്മോ, പുള്ളി ലൈക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ലൈക്ക് ലിറ്ററലി പുള്ളി റിയൽ ലൈഫിൽ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ പേടിക്കും. ബിക്കോസ് പുള്ളി ആ ഫിലിമിൽ വരുമ്പോൾ തന്നെ പുള്ളി ഒരു മാസീവ് ഇങ്ങനെ ഒരു ജയന്റ് ഇങ്ങനെ വന്ന് നിൽക്കണമല്ലോ. പുള്ളി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പടത്തിന്റെ ഗ്രാഫിനെ മാറി മാറും. പടം ഫുള്ളി ഈ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ ഫുള്ളി മറ്റേ വയലന്റ് മൂഡിലോട്ട് പോകുന്നത്. ആക്ഷൻ മൂവിയിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് ജോൺ വിക്ക്. ബിക്കോസ് നല്ല സ്റ്റോറിയും കാര്യങ്ങളെല്ലാം നല്ല സ്റ്റോറിയും ക്യാരക്ടറും നല്ലൊരു വേൾഡും നല്ല രീതിയിലാണ് ബിൽഡായി പോകുന്നത്. ലൈക്ക് നല്ലൊരു ബ്ലെൻഡാണ് ആക്ഷൻ മൂവീസിൽ ജോൺ വിക്ക്. ഒരു ജോൺ വിക്ക് ഇൻസ്പിറേഷൻ ചെറുതായിട്ട് ഈ പടത്തിലുണ്ട്, നോട്ട് ഫുള്ളി. ജോൺ വിക്കിലെ പോലെയല്ല, ഇതിന്റെ സ്റ്റോറി കുറച്ചൊരു വീക്കാണ്. എന്നിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ആണെങ്കിലും കുറച്ച് വീക്കാണ്. ലൈക്ക് ചില ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യം പോലെ നമുക്ക് മനസ്സിലാവില്ല. ബിക്കോസ് ഇപ്പം ഇതിൻ്റെ അകത്ത് മാർക്കോടെ ഒരു ഫിയോൺസയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ലൈക്ക് ബേസിക്കലി പുള്ളിക്കകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഒരു അതിൽ പ്രത്യേകിച്ചൊന്നും അവർക്ക് ആ ഫിലിമിൽ കൊണ്ടുവരാനില്ല. ആ ഫിലിമിൻ്റെ അകത്ത് ഉണ്ണിമൂന്നൻ്റെ ആ ലുക്സിൽ നല്ല സ്വാഗ് ഉണ്ട്. പേഴ്സണലി എനിക്ക് മിക്കായലിലെ ഉണ്ണിമൂന്നൻ്റെ ലുക്കാണ് കുറച്ചുകൂടി ഇഷ്ടം. ഇതിൽ പുള്ളിയുടെ ലുക്കും മറ്റേ കോട്ട് കെട്ടിട്ട് പുള്ളിയുടെ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ നൈസാണ്. ലൈക്ക് പുള്ളിയുടെ സ്വാഗും ആ ഒരു സ്വാഗ് നാച്ചുറൽ അല്ലാത്ത പോലെ തോന്നി. ഡയലോഗ്സ് ആണെങ്കിലും പഞ്ചടിക്കാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗ്സ് ഒന്നും ഒരു പഞ്ച് ജനറേറ്റ് ചെയ്യുന്നില്ല. ഒരു വല്ലാത്തൊരു ടൈപ്പ് ഡയലോഗ്സ് ആയത്. ഉണ്ണിമൂന്നിന്റെ മിസ്റ്റേക്ക് അല്ല, ഇത് ആ ഡയലോഗ്സ് എഴുതുന്ന ആളുടെ മിസ്റ്റേക്കാണ്. ഡയലോഗ്സിലൊക്കെ ഭയങ്കര ഒരു അൺനാച്ചുറാലിറ്റി നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് ജഗദീഷിന്റെ ക്യാരക്ടറാണ്. ജഗദീഷിന്റെ അകത്തൊരു മറ്റേ ഡോൺ പോലത്തെ ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ക്യാരക്ടറും അത്യാവശ്യം നല്ല, ഈ വർഷം പുള്ളി അഭിനയിച്ചിട്ടുള്ള എല്ലാ റോൾസും നല്ല ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോൾസ് ആണ്. ഇതിൻ്റെ അകത്തൊരു ഡോൺ ക്യാരക്ടറാണ്. പുള്ളിയും ഭയങ്കര ഒരു ക്രൂവൽ ആളായിട്ടാണ് ഇതിൻ്റെ അകത്ത്. അത്യാവശ്യം നല്ല രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ നല്ല പ്രൈസസ് ആയിരുന്നു തിയേറ്ററിൽ ഉണ്ടായത്. പിന്നെ അതിൽ ആൻസൺ പോൾ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. പുള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പുള്ളിയുടെ ഒക്കെ സീൻസും സൂപ്പർ ആയിരുന്നു. പിന്നെ ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്, റസൽ എന്ന് പേരുള്ള ഒരു വില്ലൻ ക്യാരക്ടർ. പുള്ളിയും അത്യാവശ്യം നൈസ് ആയിരുന്നു.
പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതിന്റെ സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. ചന്തു സെൽവരാജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ആൻഡ് ബി ജി എംസ്, രവി ബസ്രൂറിന്റെ ബി ജി എംസിൻ്റെ നല്ല രീതിയിലാണ് അവർ ലൈക്ക് നല്ല ഹൈ കൊടുക്കാനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബി ജി എമ്മിന്റെ വർക്ക്സ് എല്ലാം വന്നേക്കണം. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയാനായിട്ടുള്ള കുറെ ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. കുറെ ഇൻസ്പയർഡ് ആണോ ഹോമേജസ് ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിന്റെ കുറച്ച് ഒരു സ്റ്റെയർ കേസിൽ ഫൈറ്റ് സീൻ, അതൊക്കെ അത്യാവശ്യം നല്ല രസത്തിലാണ് അവർ അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തേക്കുന്നത്. ലൈക്ക് ഉണ്ണിമൂന്നൻ ലൈക്ക് പുള്ളി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായി, പുള്ളി കുറെ പടത്തിലൊന്നും ആക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ആക്ഷന്റെ അതിന്റെ ഒക്കെ ഒരു കുറവ് പുള്ളി ഈ പടത്തിൽ തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഉണ്ണിമൂന്നൻ ലിറ്ററലി പുള്ളിയുടെ എല്ലാം കൊടുത്തിട്ടാണ് ഇതിനകത്ത് ആക്ഷൻ സീക്വൻസ് എല്ലാം അഭിനയിച്ചേക്കുന്നത്. ലൈക്ക് ലിറ്ററലി പുള്ളി ലൈക്ക് നമുക്കത് ഫീലും ചെയ്യും. പുള്ളി ലൈക്ക് ഹി ഹാസ് ഗിവൺ എവറിത്തിങ് ഇൻ ടു ഇറ്റ്. സോ ടു എൻഡ്, ഇന്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞ പോലെ മാർക്കോ ഇസ് ലൈക്ക് ദ മോസ്റ്റ് വയലന്റ് മൂവി എവർ റിലീസ്ഡ് ഇൻ മലയാളം. ലൈക്ക് ആ ഒരു കാര്യത്തിൽ ദേ ഹാവ് ബീൻ ട്രൂ ടു ദർ വേർഡ്, ബിക്കോസ് ലൈക്ക് ലിറ്ററലി നല്ല രീതിയിലാണ് ഇതിൻ്റെ അകത്ത് വയലൻസ് വരുന്നത്. സോ നിങ്ങൾക്ക് വയലന്റ് പടങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആക്ഷൻ പടങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. ബ്ലഡ് ഷെഡും ഗോറും നിങ്ങൾക്ക് അത്ര കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഐ വുഡ് ട്രൂലി റെക്കമെൻഡ് യു അവോയ്ഡ് ദിസ് മൂവി, ബിക്കോസ് അത് ഈ ഫിലിമിൽ നല്ല രീതിയിലുണ്ട്. സോ ദാറ്റ്സ് മാർക്കോ ഫോർ യു. ടേക്ക് കെയർ.